നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മളോടൊപ്പമുള്ളത് RSS വിട്ട വേദഗണിത പ്രചാരകൻ ശ്രീ സുധീഷ് മിന്നി. നമസ്കാരം സുധീഷ്. നമസ്കാരം. RSS വിട്ടു എന്ന പേരിൽ അറിയപ്പെടുന്നു. അതെ അതെ RSSന്റെ വേദഗണിത പ്രചാരകനായിരുന്നു. അതെ, വേദഗണിതം എന്നൊരു വിങ്ങുണ്ട്, അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എത്ര കാലത്തെ ബന്ധമുണ്ട് RSSുമായിട്ട്? ചെറുപ്പത്തിൽ ഇത് അഞ്ചാമത്തെ വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്നതിനേക്കാളും മുന്നേ അമ്മ ആദ്യമായിട്ട് കൊണ്ടുപോയത് RSSന്റെ ശാഖയിലാണ്. അപ്പോൾ ആ ധ്വജമാണ് ഞാൻ ആദ്യമായി കാണുന്നത്. ധ്വജമെന്ന് പറഞ്ഞാൽ RSSന്റെ കാവിക്കൊടിയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും ശാഖയിൽ ദൈനംദിനമായി പോവുക എന്നത് അമ്മേൻ്റെ വലിയൊരു നിഷ്ഠയായിരുന്നു. ദൈനംദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ശാഖയിൽ പോകും. കണ്ണൂർ എവിടെയാ വീട്? കൂത്തുപറമ്പിൽ ആയിത്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, ഒരു ഗ്രാമത്തിലാണ് വീട്. അപ്പോൾ ആയിത്ര തന്നെ പിന്നെ ശാഖയുണ്ട്. അപ്പോൾ 5:30 മുതൽ 6:00 വരെയാണ് അന്നത്തെ. ഞാനൊക്കെ ആ ഒരു ചെറുപ്പത്തിൽ ആ ശാഖേൻ്റെ സമയം 5:30 മുതൽ 6:00 വരെയാണ്. അത് കഴിഞ്ഞപ്പോൾ കുറേ ഒരു 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കുറേ പക്വതയായി. കാരണം സംഘത്തിൻ്റെ ഈ ചെറുപ്പം മുതലേ പോയത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ശാഖയുടെ മുഖ്യ ശിക്ഷകനായി. സായം ശാഖ എന്നാണ് പറയാം നമ്മളത്. അതായത് ചെറിയ കുട്ടികൾ പങ്കെടുക്കുന്ന ശാഖയുടെ മുഖ്യ ശിക്ഷകൻ എന്ന് പറയുമ്പോൾ മുഖ്യ പരിശീലകനായി അവിടെ. അപ്പോൾ ഒരു ശാഖയുടെ മേധാവിയായി മാറി. ഒരു ശാഖയുടെ കുട്ടികളുടെ ശാഖയുടെ മേധാവിയായി മാറി. അപ്പോൾ അവിടുന്ന് ഞാൻ ഇവിടെ ട്രെയിനിങ്ങുകളുണ്ട്, RSSന് കുറേ ട്രെയിനിങ്ങുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രെയിനിങ്ങിന് ITC എന്ന് പറയാം. അപ്പോൾ ആ ITC ഞാൻ 7 ദിവസം ഒരു സ്കൂളിൽ, ചിറക്കൽ രാജാസ് സ്കൂളിൽ 7 ദിവസം ക്യാമ്പ് ചെയ്തിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ആ ക്യാമ്പിൽ ITC എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ ITC കഴിഞ്ഞു ആദ്യം. അത് കഴിഞ്ഞപ്പോൾ പിന്നീടൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ OTC മധുരയിൽ ആണ്, തിരുവേടകം വിവേകാനന്ദ കോളേജിലാണ് OTC കഴിഞ്ഞത്. അതിന് ഫസ്റ്റ് ഇയർ OTC. അത് 28 ദിവസമാണ് ആ ഒരു ഇത്. 24 ദിവസം 20 ദിവസമൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഓരോ ഇതാണ്. 4 ആഴ്ചയാണ് ശരിക്കും. ഇതൊക്കെ ആ പരിശീലനവും അതിൻ്റെ കൂടെ ഒരു പരീക്ഷയുമാണോ? പരിശീലനമാണ്. പരിശീലനം എന്ന് പറയുന്നത് അത് പൂർത്തിയാക്കിയാൽ അത് കഴിഞ്ഞ് OTC എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ആയ സംഘത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, RSSന്റെ ഒഫീഷ്യൽ ഉത്തരവാദിത്തം. ഇതിപ്പോൾ ശാഖ മുഖ്യ ശിക്ഷകനാണ്. അപ്പോൾ അത് കാര്യവാഹ്, അങ്ങനെ പ്രചാരക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ കിട്ടാൻ ഒഫീഷ്യൽ ട്രെയിനിങ് ആണിത്. അത് ആ ഫസ്റ്റ് ഇയർ ഒഫീഷ്യൽ ട്രെയിനിങ് മധുരയിൽ കഴിഞ്ഞു. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് ശരിക്കും 16ാമത്തെ വയസ്സിലാണ് ഞാനത് കഴിഞ്ഞത്. ഫസ്റ്റ് ഇയർ OTC ഞാൻ കഴിഞ്ഞത് 16ാമത്തെ വയസ്സിലാണ്. ആ പ്രായത്തിലൊക്കെ തന്നെയാണോ സാധാരണ ആളുകൾ അത് കഴിയുക? വളരെ റെയറാണ്. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു അത്രയും ചെറിയ പ്രായത്തിൽ OTC കഴിയുന്നത് റെയറാണ്. വളരെ റെയറാണ്. കാരണം വെച്ചാൽ വളരെ പക്വത ഉണ്ടെങ്കിലേ OTC അവർ കഴിക്കാൻ അനുവദിക്കൂ. കാരണം അത് ഞാൻ വളരെ ചെറുപ്പത്തിലേ ഈ ഒരു സംഘടനയായി ബന്ധപ്പെട്ടത് കൊണ്ട് അനുവദിച്ച ഒരു കാര്യമാണത്. അപ്പോൾ സംഘത്തിന്റെ കാഴ്ചപ്പാടിൽ വളരെ മിടുക്കനായ ഒരു സംഘപ്രവർത്തകനായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. എന്നിട്ട് എപ്പോഴാണ് പ്രചാരകായത്? പ്രചാരക് എന്ന് പറഞ്ഞാൽ മുഴുസമയ RSS പ്രവർത്തകൻ. ഞാൻ പിന്നെ ഏകദേശം ഒരു 18 വയസ്സ് ആകുന്ന സമയത്ത് തന്നെ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ. അങ്ങനെ കേരളത്തിൽ ഒരു 10-200 പേരേ ഉള്ളൂ. വളരെ കുറച്ച് ആളുള്ളൂ. വളരെ കുറച്ച് ആളുകൾ. 10-200 പേര് എന്നാണ് സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതെ അതെ അതെ, വളരെ കുറച്ച്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഴുസമയ സംഘപ്രവർത്തകനായി മാറി. വേദഗണിതമായിരുന്നു സ്വന്തം ഏരിയ. അതെ അതെ, വേദഗണിതം എന്ന ഒരു വിഷയത്തെ അത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഉള്ള മേഖലകൾ, അതായത് അവരുടെ സ്കൂളുകളിൽ പല പേരിലും നുഴഞ്ഞു കയറി അവിടെ കണക്ക് പഠിപ്പിച്ച് അവരെ വീഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഒരു ഹിന്ദുത്വ ഒരു ലൈനിലേക്ക് അവിടുത്തെ കുട്ടികളെ കൊണ്ടുവരിക. അപ്പോൾ ഈ പല പേരിലും നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ പല സംഘടനയുടെ പേരിലാണോ എന്ന് പറഞ്ഞാൽ ചെല്ലുന്ന ഒരു സ്കൂളിലേക്ക്? ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു സ്പീഡ് മാത്സ് ട്രെയിനറാണെന്ന് പറയും. ഒരു സ്പീഡ് മാത്സിന്റെ ഒരു വളരെ റെയറായ ഒരു എളുപ്പവഴിക്ക് കണക്ക് ചെയ്യാനുള്ള മാർഗം കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്ന് പറഞ്ഞ് ചെല്ലും. അപ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞിട്ട് അങ്ങ് വീഴ്ത്തും. എളുപ്പവഴിക്കുള്ള കണക്ക് പറഞ്ഞങ്ങ് വീഴ്ത്തും. പഠിച്ചത് MSc മാത്സ്. അതെ 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 അതെ, അത് സംഘടന എടുത്തു തന്നതാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും സംഘടനയാണ് ഇതൊക്കെ സംഘമാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും അവരുടെ മാത്സ് ടീച്ചർ എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ വളരെ ഇമ്പ്രസീവ് ആവും. അപ്പോൾ ആ ഇമ്പ്രസീവായ അവരുടെ ആ ഒരു ഇതിലാണ്, ആ ഒരു മനസ്സിലാണ് നമ്മൾ ആ ഒരു ക്ലാസ് കുട്ടികളെ കണക്ക് പഠിപ്പിക്കാൻ നിയോഗിക്കും. നിയോഗിക്കും. എന്താണ് എളുപ്പവഴിക്ക് പഠിപ്പിക്കുന്ന കണക്ക്? ഒരു കണക്ക് പറയാമോ? അങ്ങനെ
പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾജിബ്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. ഓൾജിബ്ര, പോളിനോമിയൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അപ്പോൾ നമ്മളതിനെ ചെറുങ്ങനെ എന്താണ് ഈ ഓൾജിബ്രേൻ്റെ ബേസ് എന്ന് പഠിപ്പിക്കും. അപ്പോൾ ആ ബേസ് നമ്മളിപ്പോൾ 104നെ 106 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 104ൻ്റെ 4, 106ൻ്റെ 6 ആദ്യം ഗുണിക്കൂ. 4നെ 6 കൊണ്ട് ഗുണിച്ചാൽ 24. ഇനി 104 എടുക്കൂ. 104 എടുത്തിട്ട് 106ൻ്റെ 6 കൂട്ടും. അപ്പോൾ 110. അപ്പോൾ 110 24. അപ്പോൾ 11,024 104നെ 106 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം. ഇത് കുട്ടികളെ പഠിപ്പിക്കും. എന്നിട്ട് ഓൾജിബ്രയിലേക്ക് കടക്കും. അതായത് x+6നെ x+4 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ 24. ഇനി 6ഉം 4ഉം കൂട്ടിയാൽ 10. 10ൻ്റെ കൂടെ x ചേർക്കൂ. ഇനി x². അപ്പോൾ x² പ്ലസ് 10x പ്ലസ് 24. അപ്പോൾ ഇത് കുറേ കൂടി എളുപ്പത്തിൽ കുട്ടികൾക്ക് ഭയങ്കര ക്യാച്ചീവ് ആയിരിക്കും. ഇത് ബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്കിലും ഇത് എളുപ്പ വഴിയാണ്. അതെ, വളരെ എളുപ്പ വഴിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആവും. ആ ക്ലാസ് ഒക്കെ വളരെ ഭയങ്കര ഇമ്പ്രസീവ് ആവും. ഈ മാർഗത്തിൽ കൂടി പോയാൽ കുട്ടികൾക്ക് കണക്ക് രസകരമായി മാറും. അവരെ ആ ചാലിലൂടെ ഈ ഹിന്ദുത്വം എന്ന ഒരു അജണ്ടയിലേക്ക് നമ്മൾ ഏതെങ്കിലും വഴിയിലെത്തിക്കും. ക്രിസ്ത്യൻ സ്കൂളിലും മുസ്ലിം സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് വേദഗണിതമാണ് എന്നൊന്നും പറയില്ല. ഇല്ല, പറയില്ല. അത് നമ്മൾ ചിലപ്പോൾ സ്പീഡ് മാത്സ് എന്ന് പറയൂ, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തഡോളജി ആണെന്ന് പറയും. നമ്മളൊരു അങ്ങനെ കുട്ടികളെ കിട്ടും, അവരെ ഇത് പഠിപ്പിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? സംഘം എന്ത് പറയുന്നു, പിന്നീട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. പല വഴികളിലൂടെയാണ് നമ്മൾ ചാല് കയറുക. ഒന്ന്, പിന്നെ ഫോൺ നമ്പർ കൊടുക്കും. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ പേരൻസ് വിളിക്കും. സുധീഷിന്റെ അതെ, എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും. പേരൻസിനെ ക്യാച്ച് ചെയ്യും. എന്നിട്ട് പേരൻസ് വിളിക്കുമ്പോൾ അവരെ ഒന്നുകിൽ ചിലപ്പോൾ വിദ്യാഗോപാൽ അർച്ചനയുടെ പേരിലായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ ലക്ഷ്മി പൂജയുടെ പേരിലായിരിക്കും എവിടെയെങ്കിലും ഒരു വെന്യൂ അവിടെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് വിളിക്കുക. അങ്ങനെ ആ പരിപാടിയിലേക്ക് കൊണ്ടുപോകും. ശരിക്കും അവിടെ നടത്തുന്നത് ശാഖയാണ്, ശാഖാപ്രവർത്തനമാണ്. ഈ വിദ്യാഗോപാൽ അർച്ചന, ലക്ഷ്മി പൂജ ഒന്നല്ല അവിടെ. ശാഖ എന്ന് പറയുമ്പോൾ നമുക്കുള്ളൊരു ധാരണ ഒരു കാവിക്കൊടി വെച്ച് അതിന്റെ ചുറ്റും നിന്ന് RSSന്റെ പ്രാർത്ഥനയൊക്കെ പാടി ചെയ്യുന്ന ഒരു കായിക പരിശീലനം എന്നാണ്. ഇതൊന്നും അതല്ല. ഈ ശാഖാപ്രവർത്തനം, RSSന്റെ ശാഖാപ്രവർത്തനം ഈ പറഞ്ഞതാണെങ്കിലും RSS ഉദ്ദേശിക്കുന്ന ശാഖാപ്രവർത്തനം ഇതൊക്കെയാണ്. ഒരു ക്ഷേത്രത്തിലെ ഒരു ആധ്യാത്മിക പ്രഭാഷണം, ഒരു RSSന്റെ ഒരു RSSന്റെ ഒരു സ്വയം സേവകൻ ഒരു ആധ്യാത്മിക പ്രഭാഷണം അവിടെ നടത്തുന്നത് അത് ശാഖയാണ്. അത് ശാഖാപ്രവർത്തനമാണ്. അവിടെ അതിനെ ശാഖ തന്നെയാണ്. അത് ശാഖാപ്രവർത്തനം നടന്നു പ്രച്ഛന്ന ശാഖയാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ലക്ഷ്മി പൂജ നടത്തുന്നു, അതൊരു പ്രച്ഛന്ന ശാഖയാണ്. ഈ പറയുന്ന വേദഗണിതത്തിന്റെ ക്ലാസ്സുകൾ സ്കൂളിൽ നടത്തുന്നു, അതൊരു പ്രച്ഛന്ന ശാഖയാണ്. ഇതാർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രവർത്തനം. അങ്ങനെ ഈ ലക്ഷ്മി പൂജ പോലുള്ള പരിപാടികൾ പറയുമ്പോൾ അത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളാണ്. അതിലേക്ക് പറയുമ്പോൾ ഹിന്ദു കുട്ടികളെ മാത്രമല്ലേ സുധീഷിനെ വിളിച്ച് വരുത്താൻ കഴിയുള്ളൂ അതിലേക്ക്. അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിം സ്കൂളിലും ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ അതെ അവരുടെ മെന്റാലിറ്റിയിൽ കുട്ടികളെ പഠിപ്പിച്ച് അവസാനം അവർ ഈ ഹിന്ദു കുട്ടികൾ തന്നെ മാറിയിട്ട് കുരിശ് വരക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് RSSന്റെ അഭിപ്രായം. അങ്ങനെയാണ് RSS ചിന്തിക്കുന്നത്. ഒരു മുസ്ലിം സ്കൂളിൽ ചേരുമ്പോഴും ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ കുട്ടികളെ ചേർക്കുമ്പോഴും അവിടെ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയെ അവസാനം അവർ കുരിശ് വരച്ചിട്ടാണ് അവർ വിടുന്നത്. എന്നാണ് പഠിപ്പിക്കുന്നത്. ബൗദ്ധിക് പ്രചാരക് എന്നാണ് പറയുന്നത് അല്ലേ? അതെ, ഭൗതികമായ കാര്യങ്ങൾ. ബൗദ്ധികമായ കാര്യങ്ങളാണ്. അതെ. അതിലെ വേദഗണിതമായിരുന്നു താങ്കളുടെ ശാഖ. അതെ, വേദഗണിതമായിരുന്നു. ഈ രീതിയിലൂടെ എത്ര കാലം പ്രവർത്തിച്ചു? ഏതാണ്ട് ഒരു 5 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ചു. എത്ര പേരെ സംഘവുമായി ഇത്തരത്തിൽ അടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവും? വല്ല കണക്കുണ്ടോ? അതോ കണക്കെടുക്കുന്ന രീതിയുണ്ടോ? കണക്കെടുക്കുന്ന രീതിയൊന്നുമില്ല. പക്ഷെ ഒരുപാട് ഈ ഒരു സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ കൊണ്ടുവരാൻ. ഈ RSS എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ്ങുകളിലെല്ലാം അവർ പഠിപ്പിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കടന്നു വന്നവരാണെന്നും അവരെ ശരിക്കും അവർ ഈ ഹിന്ദു എന്ന വിരാട രൂപത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കാനാണ് അവരുടെ ശ്രമമെന്നും ഈ മതപരിവർത്തനങ്ങളിലൂടെയൊക്കെ ചില റയറായ ചില മതപരിവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആകെ നമ്മളെ അങ്ങ് ഭയപ്പെടുത്തും ഈ ക്യാമ്പുകളിൽ. അപ്പോൾ നമ്മൾ ആ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ക്രൈസ്തവരും മുസ്ലിങ്ങളും എന്ന് പറയുന്നത് ശത്രുക്കൾ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റും ശത്രുവാണ്. കമ്മ്യൂണിസ്റ്റ് നമ്മൾ കയറുമ്പോഴേ ശത്രുവാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവരുടെ പ്രചാരണ വേദികളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിങ്ങളെ ഒന്നാമത്തെ ശത്രുവായിട്ട് കാണുന്നു, ക്രിസ്ത്യാനികളെ കാണുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു പഠിപ്പിക്കൽ തന്നെ സംഘത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് താങ്കൾ സ്ഥിരീകരിക്കുകയാണ്. ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കൃത്യമായി നടക്കുന്നുണ്ട്. മതം പറഞ്ഞു തന്നെയും മതം പറഞ്ഞിട്ട് അതുപോലെ രാഷ്ട്രീയ വിശ്വാസം പറഞ്ഞും ഈ കൂട്ടരെ
ഈ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അത് കമ്മ്യൂണിസ്റ്റുകാർ, അതിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളാണ് കൂടുതൽ. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ശത്രുക്കളാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങൾ, ഈ എങ്ങനെയാണ് അവർ പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ മലപ്പുറം മുസ്ലിം ജില്ലയായി പ്രഖ്യാപിക്കണം, അപ്പോൾ അത് അവർ മുസ്ലിം രാജ്യമാക്കും. ജമ്മു കാശ്മീർ അവരിതാ പിടിച്ചെടുക്കാൻ പോകുന്നു. പാകിസ്ഥാൻ അവർ കൊണ്ടുപോയി. നാഗാലാൻഡിൽ ഇതാ ക്രിസ്ത്യാനികൾ അവരുടെ വിപ്ലവം ഉണ്ടാക്കി, അവരത് നാഗാലാൻഡ് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ അമ്മയെ വെട്ടിമുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ മുറിഞ്ഞു പോയി. അമ്മയാണല്ലോ ഇന്ത്യ. ഈ അമ്മ മുറിയാൻ പോവുകയാണ്. അപ്പോൾ അത് പാടില്ല, അമ്മ പെറ്റമ്മയെ അങ്ങനെ മുറിക്കാൻ പാടില്ല. അപ്പോൾ ഇവർ ശത്രുക്കളാണ് എന്ന ധാരണയിൽ ഇവർ പ്രവർത്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവർ ശത്രുക്കളാണ്. അപ്പോൾ ഇവരുടെ മുഖം പലതാണ്, ഇവരുടെ ലക്ഷ്യവും മുഖവും ഒക്കെ പലതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ 5000-ഓളം ശാഖകളുണ്ട് എന്നാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ആ ശാഖകൾക്ക് പുറമെയാണോ താങ്കൾ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രച്ഛന്ന ശാഖകൾ പ്രവർത്തിക്കുന്നത്? സാധാരണ ശാഖകൾ ഞാൻ പറഞ്ഞതുപോലെ കാവിക്കൊടി വെച്ച് പ്രാർത്ഥന നടത്തി കായിക പരിശീലനം നടത്തുന്ന അമ്പലപ്പറമ്പിൽ നമ്മൾ കാണുന്ന ശാഖകൾക്ക് പുറമെ ഒരുപാട് ശാഖകൾ ഇത്തരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കണക്കുണ്ടോ? ഇതിനൊന്നും കണക്കുകളില്ല. ഇതിപ്പം വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ പേരിൽ കുറേ പ്രചാരകന്മാർ വിദ്യാലയങ്ങളിൽ പോയി സംസ്കൃതം അഭ്യസിപ്പിച്ച് പഠിപ്പിക്കുന്നു. അതും ഇതുപോലൊരു അതെ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഓപ്പണായിട്ട് പറയാൻ നിന്നാൽ രാമൻ്റെ മുഖം, ഇവരെല്ലാവരും നല്ല കുറിയൊക്കെ തൊട്ട് നല്ല നല്ല വൃത്തി. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവർ രാമനാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവരെ മനസ്സ് രാവണൻ്റെ മനസ്സാണ്, പ്രവൃത്തിയാണ് മാരീചനാണ്. അപ്പോൾ മാരീചൻ പല വഴികളിലൂടെയും പല വേഷത്തിലാണ് പോവുക. അപ്പോൾ ഒരാൾ സംസ്കൃത പ്രചരണത്തിന് പോകും, ഒരാൾ യോഗ പ്രചരണത്തിന് പോകും. യോഗ പ്രചരണത്തിന്റെ വേദിയിലും ഇത്തരത്തിലുള്ള ശ്രമമുണ്ട്. യോഗയുണ്ട്, ആയുർവേദത്തിലുണ്ട്, ആയുർവേദത്തിൽ ഈ ശ്രമമുണ്ട്, പൂജകളിലുണ്ട്, പൂജ താന്ത്രിക വിദ്യയിലും പൂജകളിലും ഇതുണ്ട്, ജ്യോതിഷത്തിലുണ്ട്. സംഘബന്ധം വിട്ടു പുറത്തു വന്നതിന് ശേഷം സംഘത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് താങ്കളുടെ നാട്ടിൽ നടത്തിയൊരു പ്രസംഗം ഇതിനകം തന്നെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. അതെ. ആ പ്രസംഗത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാനത് കുറേ മറുപടികളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ട ഉത്തരേന്ത്യകളിലൊക്കെ ഞാൻ കണ്ട കാഴ്ചകൾ, ഇപ്പോൾ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കണ്ട കാഴ്ചകൾ നമ്മൾ കണ്ണ് തുറക്കാൻ പോലും, യഥാർത്ഥ ഒരു മനുഷ്യന് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത കാഴ്ചകൾ കാണുന്നുണ്ട് അവിടെ. ഇന്ന് നമ്മൾ കേട്ടുകേൾവിയില്ലാതെ 16-ാം നൂറ്റാണ്ടിൽ ചങ്ങമ്പുഴയുടെ വാഴക്കുലയും അതുപോലെ തന്നെ കുമാരനാശാൻ്റെ ദുരവസ്ഥയൊക്കെ എഴുതിയ കാലം ഇന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന സവർണ മേധാവിത്വം, ജാതീയത, ഉച്ചനീചത്വം, ഇതിലൊക്കെ RSS എടുക്കുന്ന പൊസിഷൻ എന്താണ്? RSS അതിനെ എതിർക്കുന്നില്ല? RSS ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. RSSന് അവിടെ നേതൃത്വം കാണാം. RSS എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാനൊക്കെ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ പൂണൂലിട്ടിട്ട് പോകുക. പൂണൂല് ധരിച്ചിട്ടാണ് ഉത്തരേന്ത്യയിൽ ഞാൻ പോകാറ്. എല്ലാണ്ട് ഞാൻ പോകാറില്ല. സംഘപരിവാറുള്ളപ്പോൾ തന്നെ പൂണൂല് ധരിച്ചിട്ടാണ് ഞാൻ പോകാറ്. പൂണൂൽ ധരിക്കുന്ന ജാതിയിലാണോ ജനിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ പൂണൂൽ ധരിക്കുന്നത്, ഞാനൊരു സാധാരണ ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിനു വേണ്ടി, അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പൂണൂൽ ധരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറ്. സംഘത്തെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിലൊക്കെയുള്ള സംഘത്തെക്കുറിച്ച് പറയുന്നത്, സംഘർഷം ഉണ്ടാക്കുക അവരുടെ ഒരു രീതിയാണോ? സംഘർഷം ഭക്ഷിച്ച് ആണ് സംഘം വളരേണ്ടത് എന്ന് സംഘം കരുതുന്നുണ്ടോ? സംഘർഷഭൂമിയാക്കുക കണ്ണൂർ എന്നുള്ളത് RSSൻ്റെ ഏറ്റവും വലിയ അജണ്ട തന്നെയാണത്. പാറപ്പുറത്തൊരു ശാഖ എന്നാണ് നമ്മളോടൊക്കെ പണ്ട് പറയാറ്. പാറപ്പുറം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ച സ്ഥലമാണ്. അപ്പോൾ പാറപ്പുറത്ത് ഒരു ശാഖ, അതാണ് RSSൻ്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും നമ്മുടെ ശാഖകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പാറപ്പുറത്ത് ശാഖയില്ലല്ലോ, അപ്പോൾ പാറപ്പുറത്തൊരു ശാഖ ഉണ്ടാക്കുക, അതാണ് RSSൻ്റെ ഒരു ലക്ഷ്യം, കണ്ണൂർ ജില്ലയിലെ ലക്ഷ്യം. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ല, പാറപ്പുറത്തൊരു ശാഖ ഉണ്ടാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഘടന ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത് സംഘർഷത്തിലൂടെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കുക. ഇപ്പം വെണ്ടുട്ടായിയൊക്കെ അവർ ശരിക്കും രാഷ്ട്രീയ ഭീകരതയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഈ പിണറായിയുടെ ആ അടുത്ത ഭാഗങ്ങളിലൊക്കെ അവർ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഭീതിപ്പെടുത്തുകയും, ഇപ്പോൾ ബോംബേറ് കൊണ്ടൊരു അമ്മയൊക്കെ അവിടെ മരിക്കുകയൊക്കെ ചെയ്തല്ലോ, ഒരമ്മേനെ അവർ കൊന്നല്ലോ ബോംബെറിഞ്ഞിട്ട്. പക്ഷേ അവർ ക്യാൻസർ ബാധിത എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്രചരണങ്ങൾ അടിക്കുന്നുണ്ട് എങ്കിലും അവർ മരിച്ചത് ബോംബേറ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഭീതിയിലൂടെ ഒരു രാഷ്ട്രീയത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഭീകരവാദമല്ലേ? അതിനെ ഭീകരവാദം എന്നല്ലേ വിളിക്കേണ്ടത്? ഇപ്പോൾ ഇത്തരത്തിൽ ആ അമ്മയുടെ ഉദാഹരണം, അതുപോലെ തന്നെ